കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കെമിക്കൽ ഓയിൽ ഒഴിച്ചു. EK നായനാർ, ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയത്. പ്രകോപനമുണ്ടാക്കി സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവം അന്വേഷിക്കണം. തീർച്ചയായിട്ടും ഒരു മകനെന്ന രീതിയിൽ വളരെ വൈകാരികതയോടുകൂടി തന്നെയാണ് ഇത് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഒരു മകൻ എന്നുള്ള രീതിയിൽ എത്തരത്തിലൊക്കെയാണോ ഒരു വിഷമമുള്ളത്, ആ വൈകാരികതയോടും വിഷമത്തോടും കൂടി തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് ഇത്തരത്തിലെ ഒന്നുമല്ല രാഷ്ട്രീയം. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഈ ചെയ്തവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ വളരെ വിഷമിച്ച് എന്നെ ഇപ്പം വരുമ്പോഴും നീ പോയി കണ്ടിട്ട് വാ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചിത്രമൊക്കെ കണ്ടോ? കോടിയേരിയുടെ കണ്ടപ്പോൾ അത് കരഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നത്. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനാണ് മേൽനോട്ട ചുമതല. ACP സിബി ടോം ആണ് അന്വേഷണ തലവൻ. 11-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ആസൂത്രിതമായ ഗൂഢാലോചന എന്നതാണ് പാർട്ടിയുടെ പ്രതികരണം. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, പയ്യാമ്പലത്ത് രാഷ്ട്രീയ ഭേദമന്യേ വ്യത്യസ്ത നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളുണ്ട്. പക്ഷേ CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് രാസദ്രാവകം ഒഴിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഗ്രാനൈറ്റിൽ കൊത്തിയ ചിത്രം പൂർണ്ണമായും വികൃതമാക്കിയിട്ടുണ്ട്. അങ്ങനെ 4 പ്രമുഖ CPIM നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി EK നായനാർ, ഒപ്പം ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഭരതൻ എന്നിങ്ങനെ 4 നേതാക്കളുടെ സ്തൂപങ്ങളിൽ മാത്രമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് ഈ രാസലായനി ഒഴിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഈ സ്മൃതി കുടീരങ്ങളുള്ള ആ ഭാഗത്ത് CCTV ഇല്ല. അതേസമയം ബീച്ചിൻ്റെ പ്രവേശന കവാടങ്ങളിൽ CCTV ഉണ്ട്. ആ ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം, ആസൂത്രിതമായി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നിവ അങ്ങനെ ഒരു സാധ്യത വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ കവാടങ്ങളിലെ CCTVയും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. സംശയ നിവാരണത്തിനും മറ്റുമായും ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ACP CBK ടോമിനാണ് ചുമതല. 11-അംഗ സംഘമാണ്. പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. CPIM പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ്, അങ്ങനെ ഭീതി പൂണ്ടവർ ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ. അതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ ലക്ഷ്യമുണ്ട്, കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്, സമാധാന അന്തരീക്ഷം തകർക്കാനൊക്കെയുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനിടെ UDF സംഘവും കണ്ണൂർ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള UDF സംഘവും സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തുകയും വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തി. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ അതൊരു രാസദ്രാവകമാണ് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായ പരിശോധന ഫലം കൂടിയും വരാനിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്തൂപങ്ങളിൽ മാത്രം, അതായത് CPIM നേതാക്കളുടെ സ്തൂപങ്ങളിൽ മാത്രം രാസദ്രാവകം ഒഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതുമായി എത്തിയ ആളാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 11:30 മാത്രമാണ് ചിലരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ പിന്നീട് CPIM നേതാക്കളെ അറിയിക്കുകയും സംഭവം പുറത്തറിയുകയും ചെയ്യുന്നത്. ആ ഘട്ടം മുതൽ പോലീസ് അതിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. അതേസമയം എന്താണ് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ, അതല്ല ഇത്തരം കലാപശ്രമത്തിന് വേണ്ടിയുള്ള ശ്രമമാണോ, അതിൽ എന്തെല്ലാം തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നതൊക്കെ വിശദമായ പരിശോധനയിലൂടെ പുറത്തു വരേണ്ടതാണ്. ഈ ഘട്ടത്തിൽ അതായത് CPIM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായി അവർ കാണുന്ന സ്ഥലവും സ്മൃതി കുടീരങ്ങളും നേതാക്കളും ഒക്കെയാണ്. അത്തരം പ്രാധാന്യമൊക്കെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും നിലയ്ക്കൊരു സൂചനയിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ മേഖലയിലെ ഏറെക്കുറെ ഒരു അക്രമം നടന്ന സമയം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് എന്നതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ആ സമയം കണക്കാക്കി ആ ഭാഗത്തേക്ക് കടന്നിരിക്കാൻ ഇടയുള്ള ആളുകളുടെ CCTV ദൃശ്യങ്ങൾ സമീപത്തെ വിവിധ കെട്ടുകെട്ടിടങ്ങളിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായ പ്രോസസ്സിംഗ് നടക്കുന്നു, പരിശോധന നടക്കുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു നിഗമനം പോലീസ് പറയുന്നില്ല. പക്ഷേ ഇതിന് പിന്നിൽ ആസൂത്രിത ലക്ഷ്യമുണ്ട്. ആസൂത്രിതമായി തന്നെ രാസലായനിയുമായി അവിടെ കടന്നെത്തി ഈ ആക്രമണം നടത്തിയതാണ് എന്ന് വ്യക്തമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. മറ്റ് കൂടുതൽ, അതായത് ഇതിന്മേൽ വിശദമായ അന്വേഷണം നടക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. CPIM നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ അതിക്രമം നടത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. പ്രാഥമിക നിഗമനം എന്ന തരത്തിലേക്ക് ഒരു വിവരവും ഈ ഘട്ടത്തിൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല.